ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം ശക്തം. കഴിഞ്ഞ ദിവസം ലോറിയുടമ മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് സൈബർ ആക്രമണം രൂക്ഷമായത്. മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു. യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുന് 75,000 രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നാണ്. ഇതുവരെ അർജുന് 75,000 രൂപ സാലറി കിട്ടിയിട്ടില്ല. അർജുന്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അർജുൻ മരിച്ചത് നന്നായെന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കിയെന്നും ജിതിൻ പറഞ്ഞു. മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങൾ ആരും മനാഫിന് പണം നൽകരുതെന്നും തങ്ങൾ അത് സ്വീകരിക്കുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായും കുടുംബം വ്യക്തമാക്കിയിരുന്നു. വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മനാഫ് പിന്മാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അർജുന്റെ മകൻ അയാനെ 4ാമത്തെ കുട്ടിയായി വളർത്തുമെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം കൃഷ്ണപ്രിയയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും അങ്ങനൊരാവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു. ഈശ്വർ മാൽപേയ്ക്കെതിരെയും കുടുംബം രംഗത്തെത്തി. 3ാം ഘട്ട തിരച്ചിലിൽ മാൽപേയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. മാൽപേയും മനാഫും നാടകം കളിച്ച് 2 ദിവസം നഷ്ടമാക്കി. മാൽപേ ഔദ്യോഗിക സംവിധാനത്തെ നോക്കുകുത്തിയാക്കി യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ പറഞ്ഞു. കുടുംബം പറഞ്ഞു, മനാഫിനും യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള നാടകമായിരുന്നു. അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്യുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു. അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളിയാണ് മനാഫ് രംഗത്തെത്തിയത്. ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും അർജുന്റെ പേരിൽ ഫണ്ട് ശേഖരിച്ചിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിന് അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും. ആരുടെയും തറവാട്ട് സ്വത്തിൽ നിന്നല്ല താൻ ഇതൊന്നും ചെയ്യുന്നത്. തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ധൈര്യത്തിനു വേണ്ടിയാണ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞിരുന്നു.